ഞാൻ ആരാണ് എന്താണെന്നൊന്നും ഒരുപക്ഷെ നിങ്ങൾക്ക് അറിവുള്ളൊരു വ്യക്തിയായിരിക്കില്ല. ഞാൻ ആദ്യമായിട്ട് എന്നെ അങ്ങ് പരിചയപ്പെടുത്താം. ഞാനൊരു തെരുവ് സുവിശേഷ പ്രവർത്തകനാണ്. തെരുവിൽ പോയി സുവിശേഷം പ്രസംഗിക്കുന്ന ഒരു പണി ചെയ്യുന്നയാളാണ്. ചിലപ്പം എവിടെയെങ്കിലുമൊക്കെ ഹോട്ടലുകളിലൊക്കെ വേല ചെയ്യും. എന്നിട്ട് 1.5 മാസം 2 മാസമൊക്കെ വർക്ക് ചെയ്തതിന് ശേഷം ആ കിട്ടുന്ന പൈസയുമായിട്ട് തിരിച്ച് നാട്ടിൽ വരും. എന്നിട്ട് നാട്ടിൽ വന്നിട്ട് ചെറിയൊരു മൈക്ക് സെറ്റൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഏതെങ്കിലുമൊക്കെ കവലകളിൽ പോയി നിന്ന് വചന സുവിശേഷം പ്രസംഗിക്കുന്ന ഒരു വേലക്കാരനാണ് ഞാൻ. സുവിശേഷ വേലക്കാരനാണ്. ഇപ്പോൾ ഏതാണ്ട് ഒരു 8-9 വർഷമായിട്ട് ഈ ഫീൽഡിലുണ്ട്. അപ്പം അങ്ങനെ എൻ്റെ ജീവിതത്തിലെ കുറേ എക്സ്പീരിയൻസുകളിൽ ഒരെണ്ണം എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസുകളുണ്ട്. അതിൽ ഒരെണ്ണം നിങ്ങളുമായിട്ട് പങ്കുവെച്ചാൽ കൊള്ളാമെന്ന് എനിക്ക് ഇപ്പോൾ തോന്നുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാനിങ്ങനെ ഒരിടത്ത് സുവിശേഷ വേലയ്ക്കായിട്ട് പോയി. ആലപ്പുഴയിലെ ഒരു സ്ഥലത്ത് സുവിശേഷ വേലയ്ക്കായിട്ട് പോയ സമയത്ത് അവൻ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്ന മേഖലകളിലാണ് പോയി ഞാൻ സുവിശേഷ വേല സാധാരണ ചെയ്യാറുള്ളത്. ഇന്ന സ്ഥലത്ത് പോയി അവിടെ ഒരു മാനസാന്തരം ആവശ്യമുള്ള ഒരു ആളുണ്ട് എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ അങ്ങനെ മിക്കവാറും ഹൈന്ദവരായിട്ടുള്ള ആളുകളെ ഉദ്ദേശിച്ചായിരിക്കും അവിടെ ചെല്ലുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അത് കൂടുതൽ അങ്ങനെ വന്നേക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി പ്രസംഗിക്കാൻ പരിശുദ്ധാത്മാവ് പ്രചോദനം നൽകുമ്പോൾ അവിടെയാണ് ഞാൻ സാധാരണ പോയി പ്രസംഗിക്കാറ്. അങ്ങനെ ആലപ്പുഴയിൽ ടൗണിന് അടുത്ത് തന്നെയാണ്. ഒരിടത്ത് പോയി പ്രസംഗിക്കാൻ വേണ്ടി പരിശുദ്ധാത്മാവ് ആവശ്യപ്പെട്ടു. ഞാൻ അവിടെ ചെന്ന് സുവിശേഷ വേല തുടങ്ങി. അവിടെ ചെന്ന് പറയാനായിട്ട് തുടങ്ങി. അപ്പോൾ വിജനമായ ഒരു സ്ഥലമാണ്. വലിയ ടൗണിൻ്റെ അടുക്കാണെങ്കിലും അതൊരു ഒഴിഞ്ഞ കോണാണ്. അവിടെ വലിയ ആൾക്കാർ ഒന്നുമില്ല. വാഹനത്തിലൊക്കെ കുറേ ആൾക്കാരൊക്കെ പോകുന്നുണ്ട്. അതല്ലാതെ കൊണ്ട് വേറെ ആരെയും ഒന്നും കാണുന്നില്ല. ദൈവമേ, ഇതുപോലൊരു സ്ഥലത്താണല്ലോ എനിക്ക് വചനം പ്രസംഗിക്കാനെന്ന് തന്നതെന്ന് ഓർത്ത് ഞാൻ ദൈവത്തോട് ഇച്ചിരി പരിഭവത്തോടു കൂടിയൊക്കെയാണ് അവിടെ പ്രസംഗിക്കാൻ ചെന്നത്. പക്ഷേ പ്രസംഗിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് പറയാൻ പറ്റത്തില്ല, എന്തൊന്നുമില്ലാത്ത ഒരു ആത്മീയ അഭിഷേകം ഉണ്ടായി. ആരും ഇല്ലെങ്കിൽ പോലും അവിടെ നിന്ന് അങ്ങോട്ട് പ്രസംഗിക്കുമ്പോൾ അതിശക്തമായ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയാലുള്ള അഭിഷേകം ഉണ്ടായി. നല്ല ചൂടുള്ള സമയവുമാണ്. അപ്പോൾ ആ വെയിലത്ത് നിന്ന് ഞാൻ അങ്ങോട്ട് കത്തിക്കയറി നല്ല രീതിയിൽ അങ്ങോട്ട് സുവിശേഷം പ്രസംഗിക്കുകയാണ്. കാറിൽ ആൾക്കാർ പോകുന്നുണ്ട്, നോക്കുന്നുണ്ട്, അത്രയൊക്കെ ഉള്ളൂ. അങ്ങനെ എല്ലാം പ്രസംഗിച്ച് ലാസ്റ്റ് എല്ലാം തീർന്നു. ഞാൻ മടക്കി കെട്ടി, ദൈവമേ ആരും കേട്ടില്ലല്ലോ എന്ന് ഓർത്തിട്ട് മടക്കി കെട്ടി പോകാനായിട്ട് തുടങ്ങിയപ്പം തൊട്ടടുത്തൊരു കടയുടെ മുന്നിൽ ഇങ്ങനെ 2 കൈ കൊട്ടുന്ന ഒരു സൗണ്ട് കേട്ടു. കടയുടെ ആ ഇടയിലായിട്ടൊരാൾ നിൽപ്പുണ്ടായിരുന്നു. അയാൾ നിന്ന് എൻ്റെ പ്രസംഗം കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ഓർത്ത് ഒരാൾ കേൾക്കുന്നുണ്ടായിരുന്നില്ലേ എന്ന് ഓർത്ത് ഞാൻ പെട്ടെന്ന് കൈകൊട്ടി ആ പുള്ളിയുടെ അടുത്തേക്ക് ഞാൻ അങ്ങ് ചെന്ന് കഴിഞ്ഞപ്പം എന്നോട് ചോദിച്ചു. പുള്ളി എന്നോട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞതൊന്നും എനിക്ക് മനസ്സിലായില്ല, ഒന്നുകൂടെ ഒന്ന് പറയാവോ എന്ന് ചോദിച്ചു. എനിക്കറിയാവുന്ന കാര്യങ്ങൾ അറിയാവുന്ന രീതിയിൽ തന്നെ പുള്ളിയോട് സുവിശേഷത്തെക്കുറിച്ചും യേശുവിൻ്റെ ചൈതന്യത്തെക്കുറിച്ചും ഒക്കെ അങ്ങോട്ട് അതിവിശദമായിട്ട് ഒരു ക്ലാസ് പുള്ളിക്ക് എടുത്തു. അപ്പം പുള്ളി അതെല്ലാം കേട്ടിട്ട് പുള്ളി പരമാവധി എതിർക്കാനാണ് ശ്രമിക്കുന്നത്. യേശു അങ്ങനെ ഒരു ദൈവമൊന്നുമല്ല, അല്ലെങ്കിൽ ഒരുപാട് ദൈവങ്ങളുണ്ട്, ഇതേപോലത്തെ ഒക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട്, തട്ടിപ്പ് കേട്ടുകളൊക്കെയാണ്. ആ രീതിയിലൊക്കെ പുള്ളി എന്നോട് സംസാരിച്ചു. ഞാൻ അറിയാവുന്ന രീതിയിലൊക്കെ പറഞ്ഞു എല്ലാ ദൈവങ്ങളും ദൈവങ്ങളാണെന്നൊക്കെയാണ് പുള്ളി പറഞ്ഞ് സംസാരിച്ച് വരുന്നത്. ഞാനും പുള്ളിയോട് അറിയാവുന്ന രീതിയിൽ വചനമൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് അവിടെ നിന്നും ഒരു ഹിന്ദിക്കാരൻ കടന്നു വെച്ച് പറഞ്ഞ് ഖാനാ കിധർ മിലേഗാ ഭായി എന്ന് ചോദിച്ചു. ഞാനപ്പോൾ ഓർത്ത് എനിക്ക് മനസ്സിലായത്, ഞാൻ ചിന്തിച്ച് ഇയാൾക്ക് കഴിക്കാനൊന്നും ഭക്ഷണമൊന്നും ഇല്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും പട്ടിണിയായിരിക്കും എന്ന് പറഞ്ഞ്. അപ്പം ഞാൻ എൻ്റെ കയ്യിൽ അന്നേരം പൈസ, ഞാൻ പണി കഴിഞ്ഞ് വരുന്ന സമയത്ത് എൻ്റെ കയ്യിൽ 30,000 രൂപ എൻ്റെ കയ്യിൽ പണിക്കൂലിയൊക്കെ ഉള്ള സമയം. അതുകൊണ്ട് ഞാൻ ഒരു 500 രൂപയുടെ നോട്ട് എടുത്തിട്ട് പെട്ടെന്ന് ഭായി പോയി അവിടെ പോയി ഭക്ഷണം കഴിച്ചോളാം എന്ന് പറഞ്ഞ് ഭായി ഖാനാ ഉദർ മിലേഗ എന്ന് പറഞ്ഞ് ഞാൻ 500 രൂപ എടുത്ത് അവൻ്റെ നേരെ നീട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും ഭായി ഐസാ നഹീ ഹൈ മേരാ പാസ് പൈസ ഹൈ ഭായി, മെറക്ക് ഖാനാ കിധർ മിലേഗ പോലത്തെ ഹോട്ടൽ കിധർ മിലേഗ മെറക്ക്. ഞാൻ എത്ര നിർബന്ധിച്ചിട്ട് ആ പൈസ വാങ്ങിച്ചില്ല. അവൻ പറഞ്ഞു, എന്നെ ഹോട്ടൽ അടുത്ത് എവിടെയെങ്കിലും ഉണ്ട് ഒന്ന് കാണിച്ചു തന്നാൽ മതി എന്ന് അവൻ പറഞ്ഞു. അപ്പം ഞാൻ പിന്നെ അവനെ കൊണ്ടുവന്ന് ഹോട്ടൽ തൊട്ടപ്പുറത്തൊരു ഹോട്ടൽ ഉണ്ടായിരുന്നു, അത് കാണിച്ചു കൊടുത്ത് വെച്ച് തിരിച്ച് ഞാൻ വരുമ്പം ഈ എന്നോട് വർത്തമാനം പറഞ്ഞുകൊണ്ട് നിന്ന് വ്യക്തി നിന്ന് കരയുക. ഞാൻ ചോദിച്ചു, എന്താ പറ്റി ഭായി, നിങ്ങൾ നിന്ന് കരയുന്നത് എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ അവന് പെട്ടെന്ന് പറഞ്ഞു, നിങ്ങൾ അയാൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞാൽ 500 രൂപ എനിക്ക് തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായില്ല. ഉടനെ ഞാൻ ആ പൈസ എടുത്ത് അയാളുടെ കയ്യിൽ കൊടുത്തു. അയാൾ മേടിച്ചപ്പോഴത്തേനും എൻ്റെ കയ്യിലേക്ക് കയറി പുള്ളി അങ്ങോട്ട് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ബോധ്യമായി, ദൈവം ഉണ്ടെന്ന് എനിക്ക് ബോധ്യമായെന്ന് പറഞ്ഞു. നിങ്ങൾ പറയുന്ന ദൈവം യേശു ദൈവമാണെന്ന് എനിക്ക് ബോധ്യമായെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞു. ഞാൻ അപ്പോഴാണ് പുള്ളിയുടെ കാര്യം എന്നോട് പറയുന്നത്. എൻ്റെ വീട്ടിൽ കഞ്ഞി വെച്ചിട്ട് ഏതാണ്ട് 3-4 ദിവസമായി. ഞാനൊരു തെങ്ങ് കയറ്റ തൊഴിലാളിയായിരുന്നു.
തെങ്ങയിൽ നിന്ന് ചെറുതായിട്ട് വീണ് എൻ്റെ കാലിടറിയിരിക്കുകയാണ്. ഇപ്പോൾ 10-15 ദിവസമായിട്ട് എനിക്ക് പണിയെടുക്കാനായിട്ട് പറ്റിയിട്ടില്ല. അപ്പം കുട്ടികളൊക്കെ ഉണ്ട്, എനിക്ക് പണിയെടുക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ എവിടുന്നെങ്കിലും ഇച്ചിരി വീട്ടിലേക്ക് അരി മേടിക്കാനുള്ള സംഭവം ഉണ്ടാക്കാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടി ആരോടെങ്കിലും ചോദിക്കാൻ, ഞാൻ ആരോടും ഇന്ന് വരെ ഇറന്ന് ജീവിച്ചിട്ടുള്ള വ്യക്തി അല്ലാത്ത പണിയെടുത്ത് ജീവിച്ച വ്യക്തി ആയതുകൊണ്ട് എനിക്ക് ആരോടും ചോദിക്കാൻ മടിയായിരുന്നു. അങ്ങനെ വന്നപ്പോൾ ഞാനിവിടെ ഇങ്ങനെ മാറി നിൽക്കുകയായിരുന്നു. അന്നേരം ബ്രദർ അവിടെ നിന്ന് പ്രസംഗിക്കുന്നത് കണ്ടേ. അപ്പോൾ ഈ ബ്രദർ ഈ ഒന്നുമില്ലാതെ ഈ ബായിക്ക് ഒരു പരിചയമില്ലാത്ത ബായിക്ക് 500 രൂപ എടുത്ത് നീട്ടുന്നതും കണ്ടു. ബായി അത് മേടിച്ചുമില്ല. എൻ്റെ അവസ്ഥയും കൂടെ എല്ലാം കൂടെ ഓർത്തപ്പം പെട്ടെന്ന് എനിക്ക് സഹിക്കാൻ പിടിച്ചിരിക്കാൻ പറ്റിയില്ല. അയാൾ എൻ്റെ കയ്യെ പിടിച്ചിട്ട് കയ്യിൽ നിന്ന് വിടുന്നില്ല, കണ്ണുനീർ എൻ്റെ കയ്യെ കൂടെ ഒഴുകുക. ഞാൻ പറഞ്ഞു, അതെന്താ നിങ്ങൾ പേടിക്കാതിരിക്കുന്നത്, ഞാൻ അയാളെ പരമാവധി ശാന്തപ്പെടുത്താനായിട്ട് വെച്ചപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു, ദൈവം ഉണ്ടെന്ന് എനിക്കിന്ന് ബോധ്യമായെന്ന് പറഞ്ഞു. ഞാൻ ദൈവത്തെ കണ്ടെന്നു. നിങ്ങളുടെ ദൈവത്തിൽ ദൈവം ഒന്നാണെന്നാണ്. എൻ്റെ ജീവിതത്തിൽ അങ്ങനത്തെ എക്സ്പീരിയൻസ് വളരെ കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഉടനെ പുള്ളിയെ സാന്ത്വനപ്പെടുത്തി. എൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ പൈസ ഉണ്ടെന്നേരം ഞാനൊരു 500 രൂപയും കൂടെ എടുത്തു കൊടുത്ത്, നിങ്ങൾക്ക് ആവശ്യത്തിനും ഭക്ഷണസാധനങ്ങൾ ഞാൻ മേടിച്ചു തരാം. അന്നേരം പുള്ളി പറഞ്ഞു, വേണ്ട, എനിക്ക് 500 രൂപ മതി, എനിക്ക് ഇന്ന് ഭക്ഷണം മേടിക്കാൻ. എൻ്റെ കാലൊക്കെ ശരിയായി വരുന്നുണ്ട്, ഒരാഴ്ചക്കുള്ളിൽ എനിക്ക് പണിക്ക് പോകാൻ സാധിക്കും. അങ്ങനെ പണിക്ക് പോകാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് 1500 രൂപ 2000 രൂപയ്ക്ക് ഞാൻ പണിയെടുക്കുന്ന വ്യക്തിയായിരുന്നു. ഇങ്ങനൊരു ഇത് വന്നതുകൊണ്ട് മാത്രമാണ് എനിക്കിപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥ വന്നത് എന്ന് പറഞ്ഞു പുള്ളി എന്നോട് പറയുന്നുണ്ട്. എൻ്റെ വീട്ടിൽ അനേകായിരം ദൈവങ്ങളുടെ പടങ്ങൾ ഇരിപ്പുണ്ട്. ഞാനിന്ന് വീട്ടിലേക്ക് ചെന്നാൽ ആദ്യം ചെയ്യുന്നത് ആ പടമെല്ലാം കീറിക്കളയും, എന്നിട്ട് അവിടെ ഒരു യേശു ക്രിസ്തുവിൻ്റെ പടം മേടിച്ച് വെക്കും. ഇനി ഞാൻ ജീവിതത്തിൽ യേശു ക്രിസ്തുവിനെ മാത്രമേ വിളിക്കുകയുള്ളൂ. കാരണം ഇതുപോലൊരു അനുഭവം എൻ്റെ ജീവിതത്തിൽ തന്ന എൻ്റെ നാഥനെ ദൈവമായിട്ട് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ദൈവം ഉണ്ടെന്നുള്ളത് എനിക്ക് ബോധ്യമാക്കി തന്നത് ആ ദൈവം എനിക്കൊരു അനുഭവമായിട്ട് വന്നു എന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടുന്ന് പിരിയുന്ന നേരത്ത് ഞാൻ പുള്ളിയോട് ഒരുപാട് നിർബന്ധിച്ച് കുറച്ച് പൈസയും കൂടെ പുള്ളിക്ക് നിർബന്ധപൂർവ്വം തന്നെ കൊടുത്തിട്ട് അവിടുന്ന് പോരുകയാണ്. അങ്ങനെയുള്ള ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ദൈവം ഇന്നും പ്രവർത്തിക്കാൻ കഴിവുള്ളവനാണ്. ഉദ്ദേശിക്കുന്നവൻ്റെ അടുത്ത് നമ്മളെ കൊണ്ട് എത്തിക്കാൻ കഴിവുള്ളവനാണ് ആ ദൈവം. ആ ദൈവത്തെ നമ്മൾ വിശ്വസിച്ചില്ലെങ്കിൽ പിന്നെ ഏത് ദൈവത്തെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്? അതുകൊണ്ട് യേശുക്രിസ്തു ഇന്നും ജീവനോടെ തന്നെ ഉണ്ട്. പ്രവർത്തിക്കണമെന്ന് ആഗ്രഹമുള്ളവരുടെ അടുത്ത് യേശുക്രിസ്തു എത്തിയിരിക്കും, അല്ലെങ്കിൽ ആരെയെങ്കിലും എത്തിച്ചിരിക്കും കേട്ടോ. അതുകൊണ്ട് യേശുവിൽ വിശ്വസിക്കുക. നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് പറയുന്ന മറ്റൊരുവനും രക്ഷയില്ല. ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ മാനവരക്ഷയ്ക്കായി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല എന്ന് പറയുന്ന ഒരു ഫാൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് അല്ല, അത് ഒരു സത്യമായ സ്റ്റേറ്റ്മെൻ്റ് ആണെന്നുള്ള അനേകായിരം അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്കും ഇതുപോലുള്ള ഒരു അനുഭവം ഉണ്ടാകുവാനായിട്ട് ദൈവം കൃപ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ കൃപ സമർത്ഥമായി ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു.